വെൽക്കം ബാക്ക്. മാന്യ പ്രേക്ഷകർക്ക് അറബി പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു കോളർ ഉണ്ട്, അത് കോൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് തുടരാം. ഹലോ. ഹലോ സർ. ഹലോ, യെസ്, പറയൂ. ആരാണ്? ഹലോ. ഹലോ. ടെലിഫോൺ പിന്നെ കട്ടായി പോയി തോന്നുന്നു. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഒന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഫ്രേസുകൾ, അതുപോലെ തന്നെ കുറേ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ പേരുകൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകൾ കൂടി പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, ചൂടുകാലം ആയതുകൊണ്ട് എ സി. മുക്കയ്യിഫ് എന്ന് പറയും. മുക്കയ്യിഫ്. മുക്കയ്യിഫ് എന്ന് പറഞ്ഞെങ്കിൽ എ സി. മുക്കയ്യിഫ് എന്ന്, മുക്കയ്യിഫാത്ത് എന്ന് അതിൻ്റെ വേണമെങ്കിൽ പ്ലൂറിൽ ഒരു സഹോദരി ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പറയാം, മുക്കയ്യിഫാത്ത് എന്ന് പറയും. അതിൻ്റെ പ്ലൂറിൽ മുക്കയ്യിഫാത്ത് എന്ന് അതിൻ്റെ പ്ലൂറിലായിട്ട് പറയുമ്പോൾ മുക്കയ്യിഫാത്ത് എന്ന് പറയും. ഓക്കെ, എസീസ്. ഓക്കെ, അതിൻ്റെ പ്ലൂറിലായിട്ട്. ഓക്കെ, അത് ഓക്കെ. ഒരു കോളർ ഉണ്ട്, ആ കോളറിൻ്റെ കാളറ്റിൻ്റെ ശേഷം നമുക്ക് തുടരാം. ഹലോ. ഹലോ സർ. യെസ്, പറയൂ. ആരാണ്? ഞാൻ റോസിയാണ് സർ, ഷാർജയിൽ. ഓക്കെ, പറയൂ. ഷാർജയിൽ പറയൂ, ചോദിച്ചോളൂ. ക്ലാസ് നല്ലതായിരുന്നു, നന്നായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ആളിനെ സംബോധന ചെയ്യാനും ആദ്യമായിട്ട് അത്യാവശ്യം വേണ്ട ചില സെന്റൻസുകൾ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? തുടക്കത്തിലെ 1-2 ക്ലാസ്സുകളിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഏതായാലും ഒന്നുകൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് നാളത്തെ ക്ലാസ്സിൽ അത് ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരാളെ കാണുമ്പോൾ അവരെ എങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവരുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അത് യൂട്യൂബ് ലിങ്കിൽ NTV ഉണ്ടായിരുന്നു. ഏതായാലും സഹോദരിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ് നാളത്തെ ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. അപ്പോൾ മുക്കയ്യിഫ് എന്ന് മറ്റേ സാധാരണക്കാണ്. മുക്കയ്യിഫ് എന്ന് പറഞ്ഞാൽ എ സി. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ പേരുകളാണ്. മുക്കയ്യിഫ് എന്ന് പറഞ്ഞാൽ എ സി. രണ്ടാമത് ഉള്ളത് സല്ലാജ, ഫ്രിഡ്ജ്. സല്ലാജ, സ എന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഉച്ചരിക്കേണ്ടത് സ എന്നല്ല, സ, ഥ എന്ന് കൂട്ടി പറയാറുണ്ട്. സല്ലാജ മലയാളത്തിലില്ലാത്തൊരു പദമായതുകൊണ്ടാണ് അതങ്ങനെ പറയേണ്ടി വരുന്നത്. സ എന്നോ അല്ലെങ്കിൽ ഥ എന്നും പറയാറുണ്ട്, ചിലപ്പോൾ ഉച്ചരിക്കാറുണ്ട്. സല്ലാജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ്. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മൂന്നാമത് ഫ്രിഡ്ജ്. അതുപോലെ തന്നെ TV, ടെലിവിഷൻ എന്നുള്ളത് അറബിയിലേക്കാക്കി പറയുന്ന അങ്ങനെയാണ് പറയാറുള്ളത്. ടെലിഫിസിയോൺ. ടെലിവിഷൻ എന്ന് പറയും. അപ്പോൾ റേഡിയോക്കും റാഡിയോ എന്ന് തന്നെ പറയാം. റേഡിയോക്ക് റാഡിയോ എന്ന് തന്നെ പറയാം. ഒരു കോളർ ഉണ്ട്, ആ കോളറിൻ്റെ ഒന്ന് അറ്റൻഡ് ചെയ്തതിനു ശേഷം ബാക്കി പറയാവുന്ന. ഹലോ. ആരാണ്? പറയൂ സിത്യൻ, എവിടുന്നാ വിളിക്കുന്നത്? ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, കട്ടായി പോയി തോന്നുന്നു. അപ്പോൾ റാഡിയോ എന്ന് പറയും. അതുപോലെ തന്നെ ടെലിവിഷൻ, ഫ്രിഡ്ജ്. ഓക്കെ, ഒന്ന് പറഞ്ഞു. മുക്കയ്യിഫ് എന്ന് കാണുക, ടെലിവിഷൻ, റേഡിയോ. അതുപോലെ തന്നെ
ഹീറ്റർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹീറ്ററിന് സഹാന എന്ന് പറയും. സഖാന എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ടി വരും. ഉച്ചരിക്കുമ്പോൾ ഹ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. സഹാന ഹീറ്റർ സഹാന. ഓക്കെ. പിന്നെ നമ്മുടെ വക്കം ക്ലീനറിന് മക്കിനസ എന്ന് പറയും. മക്കിനസ വക്കം ക്ലീനർ. മക്കിനസ. അപ്പോൾ നമ്മൾ പഠിച്ചത് മുക്കയ്യഫ് എന്ന് പറഞ്ഞാൽ AC, മുക്കയ്യഫ് എന്ന് പറഞ്ഞാൽ AC. അതുപോലെ തന്നെ അതിൻ്റെ പ്ലൂറലായിട്ട് പറയാം മുക്കയ്യഫാത്ത് എന്ന് പറയും. പിന്നെ ഫ്രിഡ്ജിന് സല്ലാജ, സ എന്നല്ല ശരിക്ക് ഉച്ചരിക്കേണ്ടത് സല്ലാജ എന്നാണ്, സല്ലാജ. അതുപോലെ തന്നെ ടെലിവിഷന് ടെലിവിസിയോ എന്ന് പറയും, റേഡിയോ എന്ന് പറയും, റേഡിയോക്ക്. അതുപോലെ തന്നെ സഹാന എന്ന് പറയും ഹീറ്റർ. ക എന്നല്ല ശരിക്കും പറയേണ്ടത്, ഹ എന്നാണ്. സഹാന ഹീറ്ററിന് സഹാന. മക്നസ് എന്നുള്ളത്, മക്നസ് എന്ന് പറഞ്ഞാൽ വക്കം ക്ലീനർ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തുവാണ് ഇപ്പോൾ കത്തി, സിക്കീൻ എന്ന് പറയും. സിക്കീൻ. സിക്കീൻ മറ്റേ സിക്കീൻ. സിക്കീൻ എന്ന് പറഞ്ഞാൽ കത്തി. ഓക്കെ. മൽ അക്ക എന്ന് പറഞ്ഞാൽ സ്പൂൺ. മൽ അക്ക. ഓക്കെ. മൽ അക്ക എന്ന് പറഞ്ഞാൽ സ്പൂൺ. അപ്പോൾ കത്തി കിച്ചണിൽ പറയുകയാണെങ്കിൽ കത്തി എന്ന് പറഞ്ഞാൽ സിക്കീൻ എന്ന് പറഞ്ഞാൽ കത്തി. അതുപോലെ തന്നെ സ്പൂണിന് മൽ അക്ക എന്ന് പറയും. അതുപോലെ തന്നെ ഫോർക്കിനാണെങ്കിൽ ഷോക്ക എന്ന് പറയും. ഷോക്ക എന്ന് പറഞ്ഞാൽ ഫോർക്ക്. അതുപോലെ തന്നെ ഗ്ലാസ്സിന് കൂബ് എന്ന് പറയും. ഗ്ലാസ്സാണ് കോപ്പ. നമ്മൾ സാധാരണ ബിൽഡിങ്ങിലൊക്കെ കാണുന്ന ഗ്ലാസ്സിന് സുജാജ് എന്നാ പറയാം. സുജാജ്. കുടിക്കുന്ന ഗ്ലാസ്സിനാണ് കൂബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുവാണ് ഫാൻ. മർവഹ. മർവഹ എന്ന് പറഞ്ഞാൽ ഫാൻ. മർവഹ. ഇപ്പോൾ രണ്ടാമത് പഠിച്ച വാക്കുകളുടെ പേര് ഒന്ന് സിക്കീൻ എന്ന് പറഞ്ഞാൽ കത്തി. മൽ അക്ക എന്ന് പറഞ്ഞാൽ സ്പൂൺ. ഫോർക്കിന് ഷോക്ക എന്ന് പറയും. ഷൗക്കത്ത് എന്നാണ് താ ഉണ്ട്, നമ്മൾ ഉച്ചരിക്കാറില്ല. കൂബ് എന്ന് പറയും. കൂബ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ പുറത്തൊക്കെ പൊതു ഗ്ലാസ്സിന് സുജാജ് എന്നാ പറയാം. അതുപോലെ തന്നെ ഫാനിന് മർവഹ എന്ന് പറയും. അതുപോലെ തന്നെ കട്ടിൽ, നമ്മൾ കിടക്കുന്ന കട്ടിലിന് സെരീർ എന്ന് പറയും. സെരീർ. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ചെയർ. ഓക്കെ. കുർസി. അത് ഉറുദുവിലും അത് തന്നെയാണ് പറയാറുള്ള, കുർസി എന്ന് പറയും. കുർസി ഉറുദുവിലും സെയിം പദമാണ് ഉപയോഗിക്കാറുള്ളത്. കുർസി അറബിയിൽ നിന്ന് അങ്ങോട്ട് എടുത്താണ് കുർസി. എന്ന് പറഞ്ഞാൽ ചെയർ. അപ്പോൾ ചെയറിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ടേബിൾ. ഓക്കെ. ത്വാവില എന്ന് പറയും. ത്വാവില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള സാധനങ്ങൾ, വീട്ടിലുള്ള കുറേ സാധനങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. AC, മുക്കയ്യഫ്, സല്ലാജ,
ഓക്കെ. അതുപോലെ തന്നെ ഫാനിന് നമ്മൾ പഠിച്ചു മർവഹ, അതുപോലെ തന്നെ ടി വി ടെലിവിഷൻ അല്ലെങ്കിൽ റേഡിയോ, അതുപോലെ തന്നെ ഹീറ്റർ സഹാന, അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന പിന്നെ ഗ്ലാസ്സിന് കൂബ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ പൊതുവെ ഗ്ലാസ്സിന് സുജാജ് എന്ന് പറയും. അതുപോലെ തന്നെ കട്ടിലിന് സരീർ എന്ന് പറയും. അതുപോലെ തന്നെ കുർസി, കസേരയ്ക്ക് കുർസി എന്ന് പറയും. കുർസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസേര. അതുപോലെ തന്നെ ടേബിളിന് ത്വാവില എന്നും പറയും. ഓക്കെ. ഉദാഹരണത്തിന് ഇതിനെ ഇനി കുറച്ചുകൂടി ഈ വാക്കുകളെ ഇത് നമ്മൾ അറബി ചെറിയ സെൻറ്റൻസിലേക്കാക്കി മാറ്റണമെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച 1-2 വാക്കുകൾ, ഇപ്പോൾ ദിസ് ഈസ് എ ടേബിൾ എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇതിലെ ചില വാക്കുകൾ സ്ത്രീലിംഗവും ഓക്കെ ചിലത് പുല്ലിംഗവും. ഉദാഹരണത്തിന് കുർസി എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. ത്വാവില എന്നുള്ളത് പിന്നെ സ്ത്രീലിംഗമാണ്. താവിലത്ത് എന്നാണ് പിന്നെ സാധാരണ അതിൻ്റെ ഉച്ചാരണം. അങ്ങനെ താ വെച്ച് അവസാനിക്കുന്നതൊക്കെ സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ കുർസി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ ചെയർ എന്ന് പറയുകയാണെങ്കിൽ ഹാദ കുർസി. ഹാദ എന്നുള്ള നമ്മൾ പഠിച്ചു ആദ്യം. ഹാദ കുർസി. ദിസ് ഈസ് എ ടേബിൾ. ഹാദ കുർസി. ദിസ് ഈസ് എ ടേബിൾ. അത് ദിസ് എ ചെയർ. ഓക്കെ. അത് തന്നെ നമ്മൾ പിന്നെ സ്ത്രീലിംഗാണ് താവിലത്ത് എന്നുള്ളത്. ഈ താ വെച്ചുകൊണ്ട് അറബിയിൽ അവസാനിക്കുന്നതൊക്കെ താ വെച്ച് അവസാനിക്കുമ്പോൾ അത് സ്ത്രീലിംഗമായിട്ട് മാറും. അപ്പോൾ താവില എന്നുള്ളത് ശരിക്ക് താവിലത്ത് എന്നാണ്. അപ്പോൾ അതിനെ പറയുമ്പോൾ ഹാദക്ക് പകരം ഹാദിഹി. ഹാദിഹി താവില. ദിസ് ഈസ് എ ടേബിൾ. ആദിഹി ത്വാവില. ദിസ് ഈസ് എ ടേബിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചു, ഫസ്റ്റിൽ പഠിച്ച പദം എന്തായിരുന്നു? മുക്കയ്യഫ്, എ സി. അപ്പോൾ ഹാദ മുക്കയ്യഫ്. മുക്കയ്യഫ്. ഹാദ മുക്കയ്യഫ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സി. അത് തന്നെ സല്ലാജ. അപ്പോൾ സല്ലാജ എന്നുള്ള സ്ത്രീലിംഗമാണ്, കാരണം സല്ലാജത്ത് എന്നാണ് അത് പറയേണ്ടത്. അപ്പോൾ ഹാദിഹി സല്ലാജ. നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഹാദിഹി ത്വാവില എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹാദിഹി സല്ലാജ. മർവഹ എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു, എന്താണ്? ഫാൻ അല്ലേ? അത് മർവഹത്ത് എന്നാണ്. അപ്പോൾ അതിനും പറയുന്നത് ഹാദിഹി മർവഹ. ഹാദിഹി മർവഹ. ഇപ്പോൾ റോഡിന് നമ്മൾ പഠിച്ചു അല്ലേ? റോഡിന് എന്ത് പഠിച്ചേ? ഷാര്. അപ്പോൾ പറയുകയാണെങ്കിൽ ഹാദ ഷാര്. ദിസ് ഈസ് എ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ഹാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ്. നമ്മൾ പിന്നെ ഹാദ നമ്മൾ പഠിച്ചാണ്. ഷൂ ഹാദ എന്ന് നമ്മൾ സാധാരണ ചോദിക്കുമെന്നാണ്. വാട്ട് ഈസ് ദിസ് എന്നുള്ളത് പിന്നെ ഷൂ ഹാദ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാദ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടി അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷാര് റോഡ്. ഹാദ ഷാര്. ഹാദ ഷാര്. ദിസ് ഈസ് എ റോഡ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കുറേ വാക്കുകൾ, സഹാന പഠിച്ചു ഹീറ്ററിന്. അപ്പോൾ ഹാദിഹി സഹാനത്ത് എന്നാണ്. അപ്പോൾ ഹാദിഹി സഹാന. ഹാദിഹി സഹാന. അപ്പോൾ ഹാദിയും തമ്മിൽ കൂട്ടി ചേർത്തുകൊണ്ട് ഒരു സെൻറ്റൻസിലേക്ക് ആക്കി മാറ്റുന്ന രൂപത്തിലേക്ക് നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഹാദ എന്നുള്ള വാക്കും അതുപോലെ തന്നെ ഒരു നൗണിനെയും കൂട്ടി ചേർക്കുമ്പോൾ പിന്നെ അത് പിന്നെ ചേർത്ത് പറയും. അപ്പോൾ ഹാദ സഹാൻ, ഹാദിഹി സഹാന എന്ന് പറയും. അപ്പോൾ കുറച്ച് നമ്മളിന്ന് പഠിച്ചത് ഒന്നുകൂടി ഞാൻ റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആദ്യം സവ്വി എന്നുള്ള വാക്കിൻ്റെ ഉപയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഠിച്ചു. അതുപോലെ തന്നെ ഷുഫ് എന്നുള്ള പദത്തിൻ്റെ ഉപയോഗങ്ങളും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ
നമ്മുടെ ചുറ്റുമുള്ള കുറേ വാക്കുകൾ നമ്മൾ വേർഡുകൾ പഠിച്ചു, സാധനങ്ങളുടെ പേരുകൾ പഠിച്ചു. അതുപോലെ തന്നെ നിത്യോപയോഗങ്ങളിലെ ചില വസ്തുക്കളുടെ പേരുകൾ പഠിച്ചു. അതിനെ പരസ്പരം ബന്ധിപ്പിച്ച് പറയുന്ന രൂപവും പഠിച്ചു. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ തിരിച്ചെടുക്കണമെങ്കിൽ NTVയുടെ യൂട്യൂബ് ലിങ്കിൽ പോയാൽ കിട്ടാവുന്നതാണ്. അതുവരെ ഇനി ഈ ക്ലാസ് നാളെ ഇതുപോലെ തുടരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.